AP പാച്ചർ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം നഞ്ചിയമ്മ നിർവഹിച്ചു. 15,000 രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച ആരോഗ്യ പ്രവർത്തകനുള്ള AP പാച്ചർ സ്മാരക പുരസ്കാരം ഡോക്ടർ വി ജയരാജനും മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം VC അനിൽകുമാറിനും ഗായിക നഞ്ചിയമ്മ സമ്മാനിച്ചു. അട്ടപ്പാടിയിലെ നഞ്ചിയമ്മയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ചിലങ്കം കോഴിക്കോട് സോൺ കൺവീനർ സയൻസൻ പുന്നശ്ശേരി അധ്യക്ഷനായി. വെളിച്ചം വിളക്കന്വേഷിച്ച 25 വർഷം എന്ന പുസ്തകം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ A ജൂലിക്ക് നൽകി നഞ്ചിയമ്മ പ്രകാശനം ചെയ്തു. കുറ്റാടിയിൽ നിന്ന് സർഗാത്മക സ്മൃതി യാത്രയായി എത്തിയാണ് പുരസ്കാര വിതരണം നടത്തിയത്. യാത്ര ഗായകൻ ആര്യൻ ബ്രോ ഫ്ലാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ വർഷം അത് വയനാട്ടിലേക്കായിരുന്നു. ഈ വർഷം നമ്മൾ അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, സാംസ്കാരിക രാഷ്ട്രീയ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്നു AP പാച്ചരുടെ അനുസ്മരണ ദിനത്തിലാണ് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. AP പാച്ചരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ പുരസ്കാരം എനിക്കാണ് കിട്ടിയത്. ആത്മകഥയിലെ അടിമത്ത വ്യവസ്ഥിതിയും വിമോചനത്തിന്റെ രാഷ്ട്രീയവും എന്ന ഗവേഷണ പ്രബന്ധത്തിനായിരുന്നു അവാർഡ്. അത് സമ്മാനിച്ചത് നമ്മുടെ ചെറുവയൽ രാമനാണ്. അന്ന് ഞങ്ങൾ സർഗാത്മക സ്മൃതി യാത്ര നടത്തുകയും കാട്ടറിവുകളെ കുറിച്ചും വിത്തറിവിനെ കുറിച്ചുമൊക്കെ അന്ന് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തേനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട്. ചിലങ്കം എന്ന് പറയുന്ന സാംസ്കാരിക വേദി കേരളത്തിൽ ഉടലെടുത്തിട്ട് 25 വർഷം തികയാണ്. ഈ ചിലങ്കത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയമായ ഇടപെടലുകൾ എന്ന് വെച്ചാൽ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനസാമാന്യത്തിന് എന്തൊക്കെയാണോ ആവശ്യം അത് AP പാച്ചരുടെ പാതയിലൂടെയാണ് ചിലങ്കം സാംസ്കാരിക വേദിയും നടക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാണോ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത്, അദ്ദേഹത്തിന്റെ ആശയങ്ങള് വളരെ ആർജവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ചിലങ്ക എന്ന് പറയുന്ന സാംസ്കാരിക സമിതിയിലെ ഓരോ പ്രവർത്തകരും. ചിലങ്കം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 25 വർഷം ആണ് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സർഗാത്മക യാത്ര. അതിന്റെ ഭാഗമായിട്ടുള്ള 2 പുരസ്കാരങ്ങൾ AP പാച്ചർ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ പേരിലുള്ള 2 പുരസ്കാരങ്ങളും നൽകുന്നതിനാണ് ഇത്തവണ ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് സർഗാത്മക സ്മൃതി യാത്ര സംഘടിപ്പിക്കുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതം തിരിച്ചറിയുകയും അവിടുത്തെ കാർഷിക സംസ്കാരം, അവിടുത്തെ ജീവിത രീതികൾ, മറ്റ് പരിസ്ഥിതി ഘടകങ്ങൾ, സാരംഗ് പോലുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയൊക്കെ സന്ദർശിക്കുക എന്നുകൂടി ഈ യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. രാവിലെ കുറ്റ്യാടിയിൽ നിന്ന് ആരംഭിച്ച് അട്ടപ്പാടി വരെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ യാത്ര അവിടെ എത്തുക. ഏകദേശം 1 മണിയോടുകൂടി നഞ്ചിയമ്മയുടെ വീട്ടിലെത്തിയിട്ടാണ് അവിടെ വെച്ചിട്ടാണ് 2 പുരസ്കാരങ്ങൾ കൈമാറുക. ഡോക്ടർ വി ജയരാജനും അതുപോലെ VC അനിൽകുമാറിനും 2 പുരസ്കാരങ്ങളാണ് നമ്മൾ ഇത്തവണ നഞ്ചിയമ്മ കൈമാറുക. അപ്പം ഇത് തികച്ചും വ്യത്യസ്തമായി കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ലോകത്താകമാനമുള്ള ചെറിയ സാംസ്കാരിക സംഘങ്ങളുടെ ഒരു തുടർ ചലനം എന്നുള്ള നിലയ്ക്ക് അതിലുള്ള ഒരു അവസാന തുള്ളി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട മനുഷ്യനല്ല എന്നും ലോകത്താകമാനമുള്ള മനുഷ്യരെല്ലാം കണ്ണിചേരേണ്ടതാണ് എന്നുമുള്ള ഒരു വിശാലമായ മാനവിക ബോധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലങ്കം മുന്നോട്ട് വെക്കുന്നത്. ലോകത്താകമാനം വലിയ സംഘങ്ങളല്ല മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും ചെറുതിന് വലിയ സാധ്യതകളുണ്ട് എന്നുമാണ് ചിലങ്കം 25 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ P രജീഷ് കുമാർ, ഡോക്ടർ അഖിൽ രാജ്, രമേശൻ കലേരി, MT മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ACB ന്യൂസ്, കോഴിക്കോട്.